അല്ല, അതിനകത്ത് ഇപ്പോൾ അത് വലിയ വാർത്തയായിട്ടുണ്ട്. കേരളത്തിൽ ഗണഗീതം പാടിയത് വലിയ വാർത്തയായിട്ടുണ്ട്. കാരണം ഗണഗീതം ഒരു പക്ഷേ പാടിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തു പോയെങ്കിൽ അത് അവർ പാടിയിട്ടങ്ങ് പോയേനെ. ഇപ്പോൾ അത് വലിയൊരു വലിപ്പത്തിൽ വാർത്തയാക്കുകയാണ് ഇവിടുത്തെ മലയാളം ചാനലുകൾ. അതുകൊണ്ട് വലിയ പാതകം ചെയ്തതുപോലെ. കാരണം വന്ദേ ഭാരത് ട്രെയിൻ എന്ന് പറയുന്ന ട്രെയിൻ ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം പരിശോധിക്കുമ്പം വന്ദേ ഭാരത് ട്രെയിനെ പറ്റി അറിയാമല്ലോ, ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 3-ാമത്തെ 4-ാമത്തെ കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ വന്നപ്പോൾ തന്നെ മോദി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകങ്ങളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ മോദി ഏറ്റവും വലിയ കുഴപ്പക്കാരനാണെന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന പലരും വന്ദേ ഭാരതിൻ്റെ ഓരോ സ്റ്റേഷനിൽ വരുമ്പോഴും ഓരോ എംപിയുടെ പേര് എഴുതി വെക്കുമായിരുന്നു. സ്വന്തമായിട്ട് ആൾക്കാരെ നിർത്തി വന്ദേ ഭാരത് എൻ്റെ വകയാണ്, വന്ദേ ഭാരത് എൻ്റെ വകയാണ്. മനസ്സിലാവുന്നു? അത് മാത്രമല്ല, മറ്റുള്ള സാമൂഹ്യ ദ്രോഹികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു. അത് പിന്നത്തെ കാര്യം. അപ്പം അതിനകത്ത് പേര് അതിൻ്റെ പൊളിറ്റിക്സ് ഞാൻ പറയാം. അപ്പം ഇപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വന്ദേ ഭാരത്, ഈ മോദി ഭരണത്തിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മോദി ഇന്ത്യയിൽ ഉടനീളം വികസനത്തിന് സാധ്യമാകുന്നിടത്തെല്ലാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിന് ആനുകൂല്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആനുകൂല്യം ഇല്ലാത്തിടത്ത് പോലും അദ്ദേഹം വികസനത്തിന് വേണ്ടി നിൽക്കുന്ന സംസ്ഥാനവും അതിനുവേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അത് ഇന്ത്യ മൊത്തവും വികസിക്കണം. ആ ഇന്ത്യയിൽ ഉടനീളമുള്ള വികസനത്തിൽ കൂടി ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തണം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടി പണി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ടാണ് പലവട്ടം എന്ത് ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ കൊണ്ടുവരുമ്പോഴും അദ്ദേഹത്തെ ജനങ്ങളുടെ ഇടയ്ക്കൊന്നും മാറ്റി നിർത്താൻ പറ്റാത്തത്.